Hi guys, welcome back to my channel and this is Nia. ഇന്നത്തെ വീഡിയോ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലുക്ക്. ഇത് ഒരു വെഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. സോ ഞാൻ എങ്ങനെയാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ then please keep on watching. ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അത് ഡോട്ടായിട്ട് ഇട്ടിട്ട് പിന്നെ ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മുടെ ആ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനൊക്കെ മോയ്സ്ചറൈസിങ് പ്രൈമിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഞാനെൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒരു ലിറ്റിൽ ബിറ്റ് എൻ്റെ കയ്യിലെടുത്തിട്ട് ഫേസിൽ മൊത്തം ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഡാബിങ് മോഷനിലൂടെ അത് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതൊരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡറാണ്. സോ ദാറ്റ് അത് നമുക്ക് നല്ല ഈസിലി ബ്ലെൻഡ് ചെയ്ത് കിട്ടും. നെക്സ്റ്റ് കൺസീലിംഗ് ആണ്. ഞാൻ കൺസീലർ എടുത്തിട്ട് നോർമൽ ഏരിയാസിലൊക്കെ കൺസീൽ ചെയ്യുകയാണ്. ഡ്രൈസ്, ബ്രിഡ്ജ് ഓഫ് മൈ നോസ്, ടിപ്പ് ഓഫ് മൈ നോസ്, എൻ്റെ പ്രോബ്ലമാറ്റിക് ഏരിയാസിലൊക്കെ ഞാൻ കൺസീൽ ചെയ്യുകയാണ്. അഗെയിൻ ഞാൻ എൻ്റെ കോസ്മെറ്റിക് സ്പഞ്ച് എടുത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഐബ്രോസ് എൻ്റെ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ചെറിയ ചെറിയ സ്ട്രോക്കുകൾ കൂടെ അത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഞാൻ ഐബ്രോ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഐബ്രോ നന്നായിട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ ആ ഒരു ഐ മേക്കപ്പിന് നല്ലോണം ഒരു പ്രൊജക്ഷൻ കിട്ടും. അതാണ് ഐബ്രോസ് എപ്പോഴും നമ്മുടെ മേക്കപ്പിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. നെക്സ്റ്റ് ഞാൻ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്കിലും ഹെയർ ലൈൻസിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് ഐഷാഡോ ആണ്. ഐഷാഡോയിൽ ഈ ലൈറ്റ് കളറാണ് ഞാൻ ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ക്രീസ് ഏരിയയിൽ ഞാൻ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കുന്നു വിൻഷീൽഡ് വൈപ്പർ മോഷനിലൂടെ. ദെൻ ആ ഡാർക്കർ കളർ എടുത്തിട്ട് ഔട്ടർ വീൽ അപ്ലൈ ചെയ്യാണ്. ദെൻ ഞാനത് ഇന്നർ വീലോട്ട് ബ്ലെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് ആ ഗോൾഡൻ കളർ എടുത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണത്. അത് ഞാൻ എൻ്റെ ഐലിഡിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ്. പിന്നെ അതിൽ ഹൈലൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്രോ ബോൺ ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു സ്കെച്ച് ഐലൈനർ എടുത്തിട്ട് ഞാനൊരു വിങ് ഐലൈനറാണ് കൊടുക്കുന്നത്. വിങ് ഐലൈനർ മുകളിൽ വിങ് ഐലൈനർ, ദെൻ ലോവർ വാട്ടർ ലൈനും ഞാൻ എഴുതുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്ലൈയിങ് മസ്കാര ജനറസ് എമൗണ്ട് ഓഫ് മസ്കാര അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഒരു നല്ലൊരു ഡ്രമാറ്റിക് ലുക്ക് അതിനുണ്ടാവും മസ്കാര നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഞാനൊരു കോറൽ ഷെയ്ഡ് ഉള്ള ഒരു ബ്ലഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിൽ അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് പ്ലീസ് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ കോണ്ടർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നോർമൽ ഏരിയാസിലൊക്കെ കോണ്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോസ്മെറ്റിക് സ്പഞ്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഫേസ് ഒരു തിന്നായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും കോണ്ടറിങ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ഹൈലൈറ്റിങ്. നമ്മൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സിലൊക്കെയാണ് നോർമലി ഹൈലൈറ്റ് ചെയ്യുക. ചീക്സിൻ്റെ വളരെ ഉയർന്ന ചീക്സിൻ്റെ ഹയസ്റ്റ് പോർഷൻസ്, പിന്നെ ബ്രിഡ്ജ് ഓഫ് മൈ നോസ്, പിന്നെ ഒരു ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ ഓൺ മൈ ടിപ്പ് ഓഫ് മൈ നോസ്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും ശരിക്കും അതിന്. പിന്നെ ക്യൂപിഡ് ബോസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. സാധാ നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ഹിയർ ഈസ് ദ ഫൈനൽ ലുക്ക്.